രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുതിർന്ന നേതാക്കളെ നൈസായി ഒഴിവാക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗമായിരുന്നു പ്രായപരിധി. സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ തന്നെ പ്രായനിബന്ധന വെച്ച് കുറെ നേതാക്കളെ ഒഴിവാക്കി. മന്ത്രിസഭാ രൂപീകരണ വേളയിൽ 2 തവണ മന്ത്രിയാകേണ്ടെന്ന് പറഞ്ഞ് കെ ശൈലജ അടക്കമുള്ളവരുടെയും പേര് വെട്ടി. ഇതോടെ പിണറായി വിജയനും തന്റെ ഇഷ്ടക്കാരും മാത്രമായി മാറി പാർട്ടിയിൽ. ഇതോടെ രണ്ടാം പിണറായി സർക്കാരിൽ ഏകാധിപത്യ ഭരണമായി എന്നതാണ് വസ്തുത. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ സംഘടനയിൽ നിർജീവമായ അവസ്ഥയിലാണ്. ജി സുധാകരൻ രാഷ്ട്രീയമായി വിരമിച്ച അവസ്ഥയിലാണ് താനും. പാർട്ടിയുടെ പ്രായപരിധിക്കെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് സുധാകരൻ രാഷ്ട്രീയമായി വിരാമത്തിലേക്ക് പോയത്. ചട്ടം കൊണ്ടുവന്നിട്ട് 3 വർഷമേ ആയുള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെയെന്നും ഈ ചട്ടം ഇരുമ്പുലക്ക ഒന്നുമല്ലല്ലോ എന്നും സുധാകരൻ അടുത്തിടെ ചോദിച്ചിരുന്നു. 75 വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെടുകയുണ്ടായി. EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നുവെങ്കിൽ അവർ എന്നെ റിട്ടയർ ചെയ്തു പോകേണ്ടി വന്നേനെയെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സഖാവിന് 75 കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ വേറെ ആളുണ്ടാവേണ്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ് വിരമിക്കൽ. പറ്റിയ നേതാക്കളെ പൊതുജനങ്ങൾ ബഹുമാനിക്കുന്നവരെ കിട്ടാനില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതെല്ലാം ഗൗരവമുള്ള കാര്യമാണ്. ഇതെല്ലാം സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. തോക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? ആരായാലും തോറ്റുപോകും. എന്നാൽ ചുമ്മാതെ നിർത്തുകയാണ്. പാർലമെന്റിലെല്ലാം തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പലരും നിൽക്കുന്നത്? ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണെന്നും സുധാകരൻ ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സുധാകരന്റേത് ഒറ്റപ്പെട്ട ശബ്ദമല്ല. കഴിവുള്ള നേതാക്കളെ പുറംതള്ളാൻ കണ്ടെത്തി കുരുട്ടുബുദ്ധിയായിരുന്നു പ്രായപരിധിയെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPMനുള്ളിൽ നിരവധി മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സുരേഷ് കുറുപ്പ് അടക്കമുള്ള നേതാക്കൾ കാലങ്ങളായി പാർട്ടിയിൽ സജീവമല്ലാത്ത അവസ്ഥയിലാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് ഐഷ പോറ്റിയും പാർട്ടിയിൽ തഴയപ്പെടുന്നത്. മന്ത്രിയാകുമെന്ന് പോലും കരുതിയിരുന്ന ഐഷ പോറ്റിയെ പാർട്ടി തരം താഴ്ത്തിയതും വലിയ ചർച്ചയായിട്ടുണ്ട്. മുൻ MLA P. ഐഷ പോറ്റിയെ CPM ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് മതിയായ കാരണങ്ങൾ പോലും ബോധിപ്പിക്കാതെയാണ്. പാർട്ടിയുമായി ചില വിഷയങ്ങളിൽ ഭിന്നപ്പുള്ള ഐഷ പോറ്റി കമ്മിറ്റികളിൽ പങ്കെടുത്തിരുന്നില്ല. ആരോഗ്യപരമായ കാരണങ്ങൾ എന്നായിരുന്നു വിശദീകരണം. എന്നാൽ MLA ആയിരിക്കെ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ തന്റെ പേര് പരാമർശിക്കാത്തതാണ് ഭിന്നതയ്ക്ക് കാരണമെന്നാണ് സൂചന. ജില്ലാ കമ്മിറ്റി അംഗമായതിനാലാണ് ഒഴിവാക്കിയതെന്നാണ് പാർട്ടി നേതാക്കളുടെ വിശദീകരണം. എന്നാൽ നിലവിലെ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ G. സുന്ദരേശനെ ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറിയെ വിമർശിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഏരിയ കമ്മിറ്റി അംഗ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റി. പാർട്ടിയിലെ ഇപ്പോഴത്തെ പോക്കിൽ അതൃപ്തിയുള്ള നിരവധി നേതാക്കളുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ പതിയെ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാനുള്ള വഴി തേടുകയാണ്. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ 3 തവണ പ്രതിനിധീകരിച്ച ഐഷ പോറ്റിയെ CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു. CPM അനുകൂല അഭിഭാഷക സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററാണ് 66 വയസ്സുകാരിയായ ഐഷ പോറ്റി. MLA കാലാവധി കഴിഞ്ഞ ശേഷം പാർട്ടി കമ്മിറ്റികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ഐഷ പോറ്റി ഒഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് പാർട്ടി നേതൃത്വം നൽകുന്ന വിശദീകരണം. പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത കാരണം ഐഷ പോറ്റി മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണെന്നാണ് വിവരം.